ആറന്മുള ഭഗവാന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജലയാനമാണ് പള്ളിയോടങ്ങൾ. മഹാവിഷ്ണുവിൻ്റെ അനന്തശയനമാണ് പള്ളിയോടങ്ങൾ എന്നാണ് വിശ്വാസം. പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങളോട് തച്ചന്മാർ തയ്യാറാക്കിയെടുക്കുന്നതാണ് ആറന്മുളയിലെ പള്ളിയോടങ്ങൾ. പള്ളിയോടത്തിൻ്റെ 2 ഭാഗങ്ങൾ മാത്രമേ ജലത്തിൽ സ്പർശിക്കുന്നുള്ളൂ. ഓരോ ഭാഗങ്ങൾക്കും ഓരോ പ്രത്യേക അനുഷ്ഠാനങ്ങളുമായും ബന്ധമുണ്ട്. പള്ളിയോടങ്ങളുടെ ആവിർഭാവവുമായി ഐതിഹ്യവുമുണ്ട്. ആറന്മുള ക്ഷേത്രത്തിലേക്ക് തിരുവോണത്തിന് വിഭവങ്ങൾ എത്തിച്ചിരുന്നത് കാട്ടൂർ മങ്ങാട്ട് ഭട്ടതിരിമാരായിരുന്നു. അങ്ങനെ വിഭവങ്ങളുമായി വന്ന തോണിക്ക് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് പള്ളിയോടങ്ങൾ അകമ്പടി സേവിക്കാൻ തുടങ്ങി. വടശ്ശേരിക്കര മുതൽ ചെന്നിത്തല വരെയുള്ള 52 കരകളിൽ നിന്നായി 52 പള്ളിയോടങ്ങൾ ഇന്ന് ആറന്മുള ക്ഷേത്രത്തിലെ ഉത്രട്ടാതി ജലമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. പള്ളിയോടങ്ങൾ മത്സരമല്ല, അലങ്കാരങ്ങൾ അണിഞ്ഞ് നദോന്നത വൃത്തത്തിൽ പാട്ടുപാടി താളത്തിൽ ഭക്തിയോടെയൊക്കെയുള്ള ഒരു സമർപ്പണമാണ് ഇത്. ആഞ്ഞിലിത്തടിയിലാണ് പള്ളിയോട നിർമ്മാണം. 64 തുഴച്ചിൽക്കാരാണ് ഉള്ളത്. 64 കലകളെ പ്രതിനിധീകരിക്കുന്നു ഇവർ എന്നാണ് വിശ്വാസം. പള്ളിയോടത്തിൻ്റെ മുൻഭാഗമാണ് അണിയൻ. ഇവിടെ 8 തുഴച്ചിൽക്കാരാണ് ഉള്ളത്. ഈ 8 തുഴച്ചിൽക്കാർ അഷ്ടദിക്പാലകരായി വിശ്വസിക്കപ്പെടുന്നു. പിൻഭാഗമാണ് അമരം. അമരത്തിൽ സ്വർണം പൂശിയ 9 കുമിളകൾ നവഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നു. അമരത്തിന് 20 അടിയോളം ഉയരമുള്ളതായി കണക്കാക്കപ്പെടുന്നു. അടിമുടി വിശ്വാസത്തിലേതാണ് ആറന്മുള പള്ളിയോടങ്ങൾ. ആലപ്പുഴയിലെ ചുണ്ടൻ വള്ളങ്ങളെക്കാൾ വളരെ വ്യത്യസ്തമാണ് ഇത്. ഇതിൽ നിന്നും അവർക്ക് വരുമാനമൊന്നുമില്ല. ഭക്തിയും ആവേശവും മാത്രമാണ് പള്ളിയോടക്കരകളെ നിലനിർത്തുന്നത്. ഒരു പള്ളിയോടത്തിന് 75 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് നിർമ്മാണ ചെലവ്. പള്ളിയോടങ്ങൾ സൂക്ഷിക്കുന്നതിനും നല്ല ചിലവുണ്ട്. നീളമുള്ള മാലിപ്പുരകൾ കെട്ടിയാണ് പള്ളിയോടങ്ങൾ സൂക്ഷിക്കുന്നത്. പള്ളിയോടങ്ങൾ നീരണിയുന്നതിന് മുൻപ് ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുന്നു. അന്ന് തന്നെ ഭാഗവത പാരായണവും വള്ളപ്പുരയിൽ ഉണ്ടായിരിക്കും. നീരണിഞ്ഞ് ആറന്മുളയിലേക്കും പോകുന്നു. അതിനുശേഷം ഇവർ പള്ളിയോടങ്ങൾ ആറന്മുളയിൽ സൂക്ഷിക്കും. ഉത്രട്ടാതി ജലമേളയ്ക്ക് അണിയാനായി ക്ഷേത്രത്തിൽ നിന്ന് മാല ചാർത്തൽ എന്ന ചടങ്ങുണ്ട്. മാല ചാർത്തലിന് ശേഷമാണ് ഇവർ ഉത്രട്ടാതി ജലമേളയിൽ പങ്കെടുക്കുന്നത്. വള്ളസദ്യയ്ക്ക് അമ്പലക്കരയിൽ എത്തുമ്പോൾ വള്ളസദ്യക്കാർ ഇവരെ സ്വീകരിച്ച് ക്ഷേത്രത്തിൽ വലം വെച്ച ശേഷം പിന്നീടാണ് സദ്യ ആരംഭിക്കുന്നത്. ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ നദോന്നത രാഗത്തിൽ ചിട്ടപ്പെടുത്തിയാണ് ഇവർ വഞ്ചിപ്പാട്ടായി പാടുന്നത്. തുഴച്ചിൽക്കാർ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് പള്ളിയോടങ്ങളിൽ കയറുന്നത്. മുണ്ടും തോർത്തുമാണ് ഇവരുടെ വസ്ത്രധാരണം.
കിഴുവൻമഴി എന്ന കരയിലുള്ള പള്ളിയോടമാണ് ഇന്നിവിടെ ആറന്മുളയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവരെയെല്ലാം ഇനി ആചാരപരമായി ക്ഷേത്രത്തിനകത്തേക്ക് സ്വീകരിക്കുന്ന ചടങ്ങാണ് ബാക്കിയുള്ളത്. ഇവരെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കുന്നതിനായി താലപ്പൊലിയും വിളക്കുമായി പടവുകൾ ഇറങ്ങി വരുന്നത് കാണാം. ആചാരപരമായ വരവേൽപ്പിന് ശേഷം ഇവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ഭഗവാനെ സ്തുതിച്ച ശേഷം ക്ഷേത്രം വലം വച്ചതിനും ശേഷം സദ്യ ആരംഭിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.